നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സ്പെഷ്യൽ ഡിഷാണ് വേപ്പില ചിക്കൻ. കറിവേപ്പിലയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ. വേപ്പില ചിക്കൻ തയ്യാറാക്കാനുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ്. കറിവേപ്പില, പിന്നെ കുറച്ച് ചിക്കൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, സ്ലൈസ് ചെയ്ത തേങ്ങ, കുറച്ച് തേങ്ങാപ്പാൽ, തൈര്, ജിഞ്ചർ ഗാർലിക്, കുറച്ച് പുതിന, മല്ലിയില, ഇത്രയും സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ ആ പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കറിവേപ്പില വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുക്കുന്നവരെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ അരച്ചെടുക്കാം. നമുക്ക് ഈ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി ചൂടാക്കി വച്ചേക്കുന്ന കറിവേപ്പില കുറച്ച് ഈ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില ഇവിടെ ഇട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് ഇതിലിട്ട് കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല പച്ച കളറിൽ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരല്പം ഗരം മസാല പൊടിച്ചത്, ജിഞ്ചർ ഗാർലിക്, നമ്മൾ നേരത്തെ അരച്ച് വെച്ച കറിവേപ്പില കൂട്ട്, ഒരല്പം തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ പാനിലോട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഫ്രൈ പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസുകളായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചില്ലി പീസിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ വലിയ പീസായാലും കുഴപ്പമില്ല. ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇവിടുന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളൊരു മസാല തയ്യാറാക്കാനുണ്ട്. ഇത് വറുത്ത് കോരി കഴിഞ്ഞിട്ട് നമുക്കതിനുള്ള മസാല തയ്യാറാക്കാം. നമുക്കിനി വേപ്പില ചിക്കൻ തയ്യാറാക്കാനുള്ള മസാല റെഡിയാക്കാം. അതിനൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്ത് കോരിയ ആ എണ്ണ തന്നെ കുറച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന തേങ്ങാക്കൊത്ത്, തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വച്ചേക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിൽ ഒരു 5 പച്ചമുളക്, ഒരു 2 തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്തത്, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള കുരുമുളക്, ഒരല്പം പൊടിച്ച ഗരം മസാല, ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിൽ ഒരല്പം കറിവേപ്പില ബാലൻസ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ടൊന്ന്. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് നല്ല കട്ടി 1-ാം പാൽ. ഇനി ഒരല്പം തേങ്ങാപ്പാൽ ഇതിൻ്റെ 4 ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കഴിഞ്ഞു. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നല്ല വൃത്തി ഇളക്കി ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വേപ്പില ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വേപ്പില ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസിയും ഒരു വെറൈറ്റി ടേസ്റ്റും ആയിട്ടുള്ള ഈ വേപ്പില ചിക്കൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.